ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ കാരമൽ പുഡിങ്ങിന്റെ റെസിപ്പിയുമായിട്ടാണ്. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ ഓൾ എന്ന് കൂടെ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ റെസിപ്പീസൊക്കെ കാണാൻ കഴിയും. അപ്പോൾ കാരമൽ പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ചെയ്യുന്നത് പാല് തിളപ്പിക്കുകയാണ്. അപ്പോൾ ഒരു 1/2 ലിറ്റർ അല്ലെങ്കിൽ ഒരു 500 ml പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇപ്പോൾ പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നേരെ ലോ ഫ്ലെയിമിലേക്ക് ആക്കാം. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഇതാ കാരമലിൻ്റെ പുഡിംഗ് മിക്സ് ആണ്. ഇതുപോലെ പുഡിംഗ് മിക്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇതിലുള്ളത് ഒരു പൗഡറും അതുപോലെ ഒരു കാരമലും ആണ് ഉള്ളത്. അപ്പോൾ ഇനി ഈ തിളച്ച് വന്നിട്ടുള്ള ഈ പാലിലേക്ക് നമ്മൾ ഈ പുഡിംഗ് മിക്സ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ പുഡിംഗ് മിക്സ് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് ആഡ് ചെയ്യുക. ഒന്നായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ലംസ് ഫോം ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കൈ കൊണ്ട് ഇതുപോലെ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക, മറ്റു കൈ കൊണ്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുകയും ചെയ്താൽ മതി. അതിൻ്റെ കൂടെ തന്നെ ഇതുപോലെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ കട്ട പിടിക്കില്ല. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു 2 to 3 minutes ഒന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ട് ആ മിക്സൊക്കെ അതിൽ അലിഞ്ഞു വരണം. പിന്നെ ഈ മിക്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇനി ഇതിൽ നമുക്ക് ഷുഗർ ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം ഈ മിക്സിൽ തന്നെ ഉണ്ടാവും. അതുപോലെ സെപ്പറേറ്റ് ജലാറ്റിനോ അതുപോലെ ചൈന ഗ്രാസോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ഇത് ആ ഒരു പുഡിംഗ് കൺസിസ്റ്റൻസിയിലേക്ക് വരും. അപ്പോൾ ഇതൊക്കെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ചെയ്യേണ്ടത്. ജസ്റ്റ് ആ മിക്സ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് നമ്മളൊരു 3 minutesോളം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ മതി. ഇനി ഇതാ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പുഡിംഗ് ട്രേയിലേക്ക് നമുക്ക് ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഒരു 10-15 മിനിറ്റ് ആ പുഡിംഗ് മിക്സ് ജസ്റ്റ് ഒന്ന് ചൂടാറാൻ വെക്കണം. അതിന് ശേഷമാണ് ഞാൻ ഈ ഗ്ലാസിൻ്റെ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ജസ്റ്റ് ഒരു ചെറു ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് ഇരിക്കും തോറും അത് സെറ്റായി പോവും. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റോളം ചൂടാറിയതിന് ശേഷം നമുക്ക് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഒരു അരമണിക്കൂറിന് ശേഷം ഇതൊരു അരമണിക്കൂറിന് ശേഷമാണ് നമ്മളിത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് തണുപ്പിച്ചെടുക്കുന്നത്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് റാപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ ഇപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ താഴെ വെച്ചിട്ട്, അതായത് റെഫ്രിജറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 2-3 മണിക്കൂർ ഇത് റെഫ്രിജറേറ്റ് ചെയ്യണം. ഞാനിപ്പോൾ ഒരു 3 മണിക്കൂറിന് ശേഷം ഇത് നന്നായി തണുപ്പിച്ചെടുത്തതിന് ശേഷം ഇത് നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് റാപ്പ് ചെയ്ത് വെച്ചിരുന്നു, അതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാരമൽ മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതും ആ ഒരു മിക്സിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നതാണ്. ഇത് ജസ്റ്റ് നമുക്ക് ഏത് ഡിസൈനിൽ വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലൂടെ ജസ്റ്റ് ഒന്ന് ഡിസൈൻ ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഒക്കെ അനുസരിച്ചിട്ട് ഏത് ഡിസൈനിലും വേണമെങ്കിൽ ഇതുപോലെ കാരമൽ ഇതിൻ്റെ മുകളിലൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിത് സെർവ് ചെയ്യണമെങ്കിൽ ഇതുപോലെ ഓരോ പീസസ് ആക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ പുഡിംഗ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കൂടുതൽ റെസിപ്പീസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.